السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനത്തിൽ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, വിധികർത്താക്കളെ, സർഗാത്മകത പെയ്തിറങ്ങുന്ന ഈ രംഗസിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ അഖ്ലാഖുൻ നബി സമ്പൂർണ്ണതയുടെ ആവിഷ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അല്പം സംസാരിക്കാം. ആദ്യം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കൂട്ടുകാരെ, നമ്മുടെ നേതാവ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ ഖുർആനെ പറ്റി പറയൽ അനിവാര്യമാണ്. കാരണം അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു. ഖുർആൻ അവതീർണമായത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണല്ലോ. ആ ഖുർആൻ വിഭാവനം ചെയ്യുന്ന സ്വഭാവശാസ്ത്രം പഠിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം തന്നെയാണ് നാം പരിശോധിക്കേണ്ടത്. സൽസ്വഭാവത്തിന്റെ വലിയ ഉടമയോളം നാം പറയുന്നത് നമ്മുടെ നേതാവ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. പ്രസന്ന വേദന നിൽക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ്. ഒരിക്കൽ ഒരു ഗ്രാമവാസിയായിരുന്ന ളാഹിർ റളിയല്ലാഹു അൻഹു മലഞ്ചരക്കുകളും കാട്ടുമരുന്നുകളും ശേഖരിച്ച് അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കലായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് സന്ദർശനം അദ്ദേഹത്തിന് പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയില്ല. പിന്നീട് വീടൻ നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ സാഹിറ റളിയല്ലാഹു അൻഹ എന്ന കാര്യം ഉണർത്തി. ഇത് കേട്ട് പ്രവാചകൻ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറിനെ കാണാൻ ചന്തയിലേക്ക് പുറപ്പെടുകയാണ്. പൊരിഞ്ഞ വെയിലിൽ വിയർത്തു കുളിച്ചുകൊണ്ട് പൊരിഞ്ഞ കച്ചവടത്തെയായിരുന്നു സാഹിറ റളിയല്ലാഹു അൻഹു. പിന്നിലൂടെ പതുങ്ങി ചെന്നുകൊണ്ട് കണ്ണുകൾ രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തമാശ ഉന്നയിച്ചു. ഈ അടിമയെ ആർക്കു വേണം? ശബ്ദം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലാക്കിയ സാഹിറ റളിയല്ലാഹു അൻഹു തന്റെ ശരീരം ആ റഹ്മത്താക്കപ്പെട്ട ശരീരത്തിൽ ഉരസിക്കൊണ്ട് പറഞ്ഞു, നബിയെ, ഈ അടിമ ഒട്ടും വിലയില്ലാത്തവരാക്ക്. അപ്പോൾ പിടിവെട്ടുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ല സാഹിത്യങ്ങൾ, അല്ലാഹുവിൽ വലിയ വിലയുള്ളവനാണ്. ഈ പെരുമാറ്റ ശാസ്ത്രത്തെ വാക്കുകളുടെ വ്യാഖ്യാനിക്കാനാകാതെ തന്നെയായിരിക്കണം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സൽസ്വഭാവം എന്ന ഉയർന്ന ചോദ്യത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് ഒരു ഖുർആൻ സൂക്തമായിരുന്നു. അതായത്, നന്മ മുറുകെ പിടിക്കുക, വിട്ടുവീഴ്ച മുറുകെ പിടിക്കുക, അറിവില്ലാത്തവർ അറിവുകേട് പറയുമ്പോൾ തിരിഞ്ഞു കളയുക എന്നതായിരുന്നു. ഇതേ ചോദ്യം ഉന്നയിച്ച മറ്റൊരാളോട് പറഞ്ഞത്, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ നല്ല ബന്ധം സ്ഥാപിക്കുക, നിന്നെ ആക്രമിച്ചവന് നീ മാപ്പ് നൽകുക. ഇതായിരുന്നു സൽസ്വഭാവം. സുഹൃത്തുക്കളെ, ഇത് തന്നെയായിരുന്നു പ്രവാചകരുടെ രീതി. ഞാൻ ഒരു ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിന്റെ സേവകയിൽ പ്രധാനിയായ അനസ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അപരിഷ്കൃതനായ ഒരു ഗ്രാമവാസി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന വസ്ത്രം പിടിച്ച് ശക്തമായി വലിച്ചു. ആരംഭപ്പൂവായ തങ്ങളുടെ ശരീരത്തിൽ അതിന്റെ പാട് വീണു. അപ്പോൾ കാരുണ്യക്കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സൗന്ദര്യവതനായി പുഞ്ചിരിക്കുകയും കൂടെയുള്ളവരോട് അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കാനുമാണ് ഉപദേശിച്ചത്. കൂട്ടുകാരെ, നമ്മൊന്ന് ഓർക്കാനുണ്ട്, ഈ ഒരു അവസ്ഥ നമ്മോടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? രണ്ടുപേരും ആശുപത്രിയിലെത്തുമെന്നതിന് തീർച്ചയല്ലേ? അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തീരുമാറാകട്ടെ. ആമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ തീരില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.